പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 4 സെക്ഷനാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ട് 3 നമ്മൾ ഫങ്ഷൻസിൻ്റെ ഫസ്റ്റ് ഭാഗം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു 3 ഫങ്ഷൻസ്, കോൺസ്റ്റന്റ് ഫങ്ഷൻ, ഐഡന്റിറ്റി ഫങ്ഷൻ തുടങ്ങി ഫങ്ഷൻസിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് ഫങ്ഷൻസ് കൂടെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മോഡുലസ് ഫങ്ഷൻ. മോഡുലസ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഫോർ ഈച്ച് എക്സ് എലമെന്റ് ഓഫ് ആർ ഈസ് കാൾഡ് ദി മോഡുലസ് ഫങ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ ഈ രൂപത്തിലാണ് വരുന്നത്. എഫ് ഓഫ് എക്സ് ഹാസ് 2 values, x if x greater than or equal to 0, minus x if x less than 0. If x is positive, its value is x. If x is negative, the value is minus x. അപ്പോൾ x less than 0 ആണെങ്കിൽ മൈനസ് എക്സ് എന്തായിരിക്കും? എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരിക. ഇവിടെയും നമുക്ക് അതുകൊണ്ട് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡ് 3 എടുത്താൽ 3 എന്നാണ് വരിക, പോസിറ്റീവ് അല്ലേ? മോഡ് -3 ആണെങ്കിലോ, മോഡ് -3 ആണെങ്കിൽ -3 ലെസ് ദാൻ 0 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -3 3 എന്ന് വരും. മോഡ് -3 നമുക്ക് വരുന്നത് 3 എന്നാണ് വരിക. ഈ രൂപത്തിലാണ് മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അതിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരിക. എക്സ് ആക്സിസ് വരുന്നു, വൈ ആക്സിസ്. അപ്പോൾ 0 മുതൽ പോസിറ്റീവ് വാല്യൂസ് എടുത്താൽ സെയിം വാല്യൂ അല്ലേ, സെയിം വാല്യൂ ആണ് വരിക. 2 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 4, 6ന് കറസ്പോണ്ടിങ് 6 വരും. അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ -2ന്റെ നേരെ 2 എന്നാണ് വരിക. -2 ആകുമ്പോൾ നെഗറ്റീവ് ആണ്, അതിന്റെ നെഗറ്റീവ് എടുക്കുക, അപ്പൊ 2 എന്ന് വരും. -6 നേരെ 6 വരും. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പൊ അതുപോലെ ഡൊമൈൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ ഈസ് ദി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. മൊത്തം 6 വരും. റേഞ്ച് എടുത്താലോ, റേഞ്ച് 0 to ഇൻഫിനിറ്റി വരുള്ളൂ അല്ലേ. ദ റേഞ്ച് ഈസ് സെറ്റ് 0 ഇൻഫിനിറ്റി, ഒരു ഭാഗം ക്ലോസ്ഡ് ആയിരിക്കും, 0 ഉൾക്കൊള്ളും അല്ലെ. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള സെറ്റാണ് വരിക. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് വരിക. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. അതുപോലെ രണ്ടാമത് വരുന്ന ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഹാസ് 3 values. എഫ് ഓഫ് എക്സ് ഈക്വൽ 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 1, 0 ഇഫ് എക്സ് ഈക്വൽ 0. The value of f of x equal 0 if x equal 0, -1 if x less than 0. The value of f of x is -1 if x less than 0. അപ്പൊ അതിന്റെ ഗ്രാഫ് ഇതുപോലെ വരിക. 0 0 ആണ് ഈ പോയിന്റ്, ആണ്. ഈ പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 0 വാല്യൂ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എല്ലാം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരും, 1 എന്നുള്ള വാല്യൂ വരും. ലെസ് ദാൻ 0 ആകുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, -1 എന്നുള്ള വാല്യൂ ആണ് വരിക അല്ലേ. ലെസ് ദാൻ 0 -1 വരും. ഇവിടെ എല്ലാ പോയിന്റും -1 ആണ്. സോ അതുപോലെ 0 0 വരും. ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദി സിഗ്നം ഫംഗ്ഷൻ. അപ്പൊ ഇവിടെയും ഡൊമൈൻ എടുത്താൽ മൊത്തം റിയൽ നമ്പേഴ്സ് വരും. റേഞ്ച് 3 വാല്യൂ ഉണ്ടാവുള്ളൂ. 0 വരും, 1 വരും, -1 ഉണ്ട് അല്ലേ. 0, 1, 3 വാല്യൂ റേഞ്ചിൽ വരിക. ദ ഡൊമൈൻ ഓഫ് ദി സിഗ്നം ഫംഗ്ഷൻ ഈസ് ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരും. ആൻഡ് ദ റേഞ്ച് ഈസ് ദി സെറ്റ് -1 0 1. 3 പോയിന്റ് ഉണ്ടാവുള്ളൂ, -1 0 1. ദിസ് ഈസ് ദി അനദർ വൺ സിഗ്നം ഫംഗ്ഷൻ. Then next, greatest integer function. Another function is greatest integer function. The greatest integer function എന്ന് പറഞ്ഞാൽ f from r to r defined by f of x equal to square x. സ്ക്വയർ ബ്രാക്കറ്റ് അത് x ഇട്ടല്ലത് സ്ക്വയർ. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. This is the value of f of x is the where this element assumes the value of the greatest integer less than or equal to x. അപ്പൊ ഈ x എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഏറ്റവും വലിയ ഇന്റിജർ. എക്സിനേക്കാൾ കൂടാൻ പാടില്ല, മാക്സിമം എക്സ് വരെ വരാം. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദിസ്. സോ ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് എക്സ് ഈസ് ദി വാല്യൂ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ്. എക്സ് എന്നുള്ളൊരു നമ്പർ ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഏറ്റവും വലിയ ഇന്റിജർ ആ നമ്പറും വരാം. അപ്പോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 3, സ്ക്വയർ വാല്യൂ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. 3.1 ആണെങ്കിലോ 3.1ന് തൊട്ട് താഴെയുള്ള വലിയ ഇന്റിജർ 3 അല്ലേ, അപ്പൊ 3 എന്ന് വരും. 3.5 ആണെങ്കിലും 3 എന്ന് വരിക. 3.9 ആണെങ്കിൽ 3 വരും. 4 ആണെങ്കിലോ 4 ആയ 4 എന്ന് വന്നു വാല്യൂ. എക്സിന്റെ വാല്യൂ 4 ആയാൽ ഇതിന്റെ വാല്യൂ 4 എന്ന് വരും. എക്സ് 4.1 ആണെങ്കിലോ
4.1 ആണെങ്കിൽ അതിനേക്കാളും തൊട്ട് താഴെ ഇന്റിജർ വരണം. 4.1 തൊട്ട് താഴെ വരുന്ന ഇന്റിജർ 4 ആയിരിക്കും. ഇതിന്റെ വാല്യൂ 4 എന്നാണ് വരിക. ഇതിന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് വരിക അല്ലേ. ഇപ്പോ ഒരു നമ്പർ 1.5 ആണ് വിചാരിച്ചോളൂ. 1.5 ആണ് അതിന്റെ വാല്യൂ 1 ആണ് വരിക. 1.5ന്റെ കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 1 ആണ് വരിക. 1.9 ആണെങ്കിലോ 1 വരും ഉണ്ടല്ലേ. അതാണ് 1 നേരെ വരുന്നുണ്ടല്ലേ. 2 ആണെങ്കിൽ 2 ആയി ഉണ്ടല്ലേ. ഈ പോയിന്റ് ഇല്ല എന്നാണ് ഇതുപോലെ ഇട്ടാൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വാല്യൂ ഇല്ല, അതേ സമയത്ത് ഇവിടെയാണ് വാല്യൂ ഉണ്ടല്ലേ. 2.1 ആണെങ്കിലും 2, 2.3 ആണെങ്കിലും 2 വരും. ഈ രൂപത്തിൽ വരും. ഇപ്പോ ദി സ്ക്വയർ വാല്യൂ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് 3.5 എടുത്താൽ 3 എന്ന് വരും ഉണ്ടല്ലേ. 3.9 എടുത്താലും 3 എന്നാണ് വരിക. 3യുടെ വാല്യൂ 3 തന്നെ വരും. 2.9 ആണെങ്കിലോ ദി വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് 2.9 എടുത്താൽ 2 എന്നാണ് വരിക ഉണ്ടല്ലേ. 0.5 0 വരും. 0.5ന്റെ വാല്യൂ ഇവിടെ വരിക. ഇവിടെ വന്നാൽ അതിന്റെ വാല്യൂ 0 എന്ന് വരും. 0 മുതൽ 1 വരെ ഇതാണ് വാല്യൂ, ഇവിടെ തന്നെയാണ് വരിക. പിന്നെ -0.5 ആണെങ്കിലോ -0.5 തൊട്ട് താഴെ -1 ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ വാല്യൂ വരുന്നുണ്ടല്ലേ. -0.5 നേരെ വരുന്ന -1. അപ്പൊ 8.5ന് കറസ്പോണ്ടിങ് ആയിട്ട് 8 വരും. 8.5 തൊട്ട് താഴെ ഇന്റിജർ 8 ആണല്ലോ, 8 എന്ന് വരും. ഈ രൂപത്തിലാണ് അതിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത്. സോ ദ ഫംഗ്ഷൻ f ഫ്രം R to R ഡിഫൈൻഡ് ബൈ f of x is equal to സ്ക്വയർ ബ്രാക്കറ്റിൽ x ഇടുക. ഇത് വായിക്കുക. ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ x എന്നാ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഈ രൂപത്തിലാണ് എഴുതുക. അസ്യൂംസ് ദി വാല്യൂ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ x. ഈ x എന്നുള്ള നമ്പറിന്റെ തൊട്ട് താഴെയുള്ള ഈക്വൽ ആവാണ് ലെസ് ദാൻ ഓർ ഈക്വൽ എക്സിന് ഈക്വലോ ലെസ് ദാൻ ആയി വരുന്ന ഗ്രേറ്റസ്റ്റ് ഇന്റിജർ, ഏറ്റവും വലിയ ഇന്റിജർ ആണ് അതിന്റെ വാല്യൂ. സച്ച് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ വാല്യൂ ഇപ്പോൾ സ്ക്വയർ വാല്യൂ ഓഫ് 3.5 3 എന്നാണ് വരിക. അപ്പോൾ 3.5 തൊട്ട് താഴെ 3 അല്ലേ. 3.9 താഴെ ഉള്ളതും 3 തന്നെയാണ്. 3 എടുത്താൽ അതിന്റെ വാല്യൂ 3 തന്നെ വരും. ഈക്വൽ ആയിട്ട് വരാം ഉണ്ടല്ലേ. ഈ രൂപത്തിലാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ വാല്യൂ കാണുന്നത്. The square value of x is equal to -1 for -1 less than or equal x less than 0. എക്സിന്റെ വാല്യൂ -1നും 0ക്കും ഇടയ്ക്ക് വന്നാൽ if the value of x is between -1 and 0, -1 0ന്റെ വാല്യൂ വന്നാൽ അതിന്റെ വാല്യൂ -1 ആണ് വരിക ഉണ്ടല്ലേ. ലെസ് ദാൻ 0 കേട്ടോ. 0 ആയാലും 0 ആയിപ്പോയി ഉണ്ടല്ലേ. അതുപോലെ the value of greatest integer function value of x is equal to 0 if 0 less than or equal x less than or equal 1. 0 മുതൽ 1 വരെ വന്നാൽ 0 തന്നെ വരിക. അതുപോലെ ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വാല്യൂ ഓഫ് x is equal to 1 for 1 less than or equal x less than or 2. 1 മുതൽ 2 വരെ ഉണ്ടല്ലേ. 1 to 2 ഇതിന്റെ വാല്യൂ 2 എന്ന് വരും. ആ രൂപത്തിലാണ് നമുക്ക് വരും ഉണ്ടല്ലേ. ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ ഓഫ് x is equal to 2 for 2 less than or equal x less than 3. 2 മുതൽ 3 വരെ വന്നാൽ അതിന്റെ വാല്യൂ 2 എന്ന് വരും. ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ വാല്യൂ കാണാം. അപ്പൊ ഇത്ര നമുക്ക് 2-3 ഫംഗ്ഷൻസ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഒന്ന് മോഡുലസ് ഫംഗ്ഷൻ f of x equal to mod x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പഠിച്ചില്ലേ. f of x equal to mod x എന്നുള്ള ഫംഗ്ഷൻ. അതുപോലെ ഫസ്റ്റ് പഠിച്ചതാണ് f of x equal to mod x എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫാണ് കേട്ടോ. f of x equal to mod x. അപ്പോൾ 0 to infinity എടുത്ത അതിന്റെ വാല്യൂ നോക്കൂ. അത് f of x equal എക്സിന്റെ ഈക്വൽ ആയിട്ട് വരിക. f of x equal x നമ്മൾ പറഞ്ഞില്ലായിരുന്നു, അതിന് ഈക്വൽ ആയിട്ട് വരിക. f of x equal x എന്നുള്ള ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതേ ലൈനിലൂടെയാണ് വരിക ഉണ്ടോ, ഇതേപോലെ വരും. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ വ്യത്യാസമുണ്ട്? ലെസ് ദാൻ 0 ആകുമ്പോൾ അതിന്റെ വാല്യൂ -x9 ഉണ്ടല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കാണ് വരുന്നത്. ഇതാണ് f of x equal mod x എന്നുള്ള ഫംഗ്ഷൻ. ഇവിടെ ഉണ്ട് f of x equal mod x ഉണ്ടോ. mod x ന്റെ ഫംഗ്ഷന്റെ ഗ്രാഫാണത്. അപ്പോൾ രണ്ടാമത് പഠിച്ചത് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ ആണ് പഠിച്ചത് അല്ലേ. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇതുപോലെയാണ് വരിക ഉണ്ടോ. 0 എന്നുള്ള പോയിന്റ് വരും. അതുപോലെ ബാക്കിയുള്ള പോയിന്റിൽ ഉണ്ടല്ലേ ഇതുപോലെ തന്നെ വരും. ഈ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ വാല്യൂ ഇങ്ങോട്ട് വരും. ലെസ് ദാൻ 0 ആകുമ്പോൾ വരും. 0 എന്നുള്ള പോയിന്റ് ആ പോയിന്റ് മാത്രമേ ഉണ്ടാവും, ഇവിടെ വരാത്തതാണ് പോയിന്റ് ആയിട്ട് കേട്ടോ. ഈ രൂപത്തിലാണ് അതിന്റെ ഫംഗ്ഷൻ വരിക, ഗ്രാഫ്. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. 3 വാല്യൂ ഉണ്ടാവും. 0 ഉണ്ടാവും, 1 ഉണ്ടാവും, -1. 3 വാല്യൂ ആണ് അതിന്റെ റേഞ്ചിൽ വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഉണ്ടോ. ഇപ്പോ ഒരു വാല്യൂ 0 and 1 ഇടയ്ക്ക് എക്സിന് വാല്യൂ ആണെങ്കിൽ ഇപ്പൊ 0.5 വിചാരിച്ചോളൂ. 0 അതിന്റെ വാല്യൂ കേട്ടോ. 0.9 ആണെങ്കിൽ 0. 1 ആയ നേരെ 1 വന്ന് ഇവിടെ വരും. 1.1 ആണെങ്കിലോ 1 വരും. ഒക്കെ 1 വരിക. അതായത് സ്റ്റെപ്പ് ഇതിന്റെ ഡൊമൈൻ എടുത്താൽ മൊത്തം റിയൽ നമ്പേഴ്സ് വരും. റേഞ്ച് എന്താ വരിക? റേഞ്ച് ഇന്റിജേഴ്സ് വരിക ഉണ്ടല്ലേ. 6 വരും, 5,
4 3 ഇവിടെ ഈ വാല്യൂ വരുന്ന നോക്കിയാൽ മതി. വരുന്ന വാല്യൂ കറസ്പോണ്ടിങ് കണ്ടോ 3 2 1 0 ആണ്. സെറ്റ് ഓഫ് ഇസഡ് ആണ് വരിക. സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ് റേഞ്ച് വരിക. നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരും. റേഞ്ച് വരുന്നത് സെറ്റ് ഓഫ് ഇസഡ് ഓഫ് ഇന്റിജേഴ്സ് ആയിരിക്കും വരിക. അപ്പൊ ഈ 3 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഡൊമൈൻ ഈസ് ഈക്വൽ ടു ആർ, മൊത്തം റിയൽ നമ്പേഴ്സ് വരും. അതുപോലെ റേഞ്ച് ഇസഡ് ആണ് വരിക. റേഞ്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇതിൽ ഒരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്, ആൾജിബ്ര ഓഫ് റിയൽ നമ്പേഴ്സ്. ഇപ്പൊ റിയൽ നമ്പേഴ്സിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു, ഒരു റിയൽ നമ്പറാണ് വാല്യൂ വരിക. ഇപ്പൊ ഒരു റിയൽ ഫംഗ്ഷൻ കിട്ടുക, അതിന്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ് വരിക. അപ്പൊ ആ നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, ഡിഫറൻസ് കാണാം, പ്രൊഡക്റ്റ് എല്ലാം കാണാം. നോക്കൂ, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ and g is a function from x to r. Be any two real functions where x subset of r. റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനും റേഞ്ചും എന്ത് വരണം, ആറിന്റെ സബ്സെറ്റ് വരണം. അപ്പോൾ x is the set subset of r വരിക. Then we define one addition of two real functions. രണ്ട് റിയൽ ഫംഗ്ഷൻസിന്റെ അഡിഷൻ ആഡ് ചെയ്യണം. ഇതുപോലെ എടുക്കുക, f plus g of x. f of x ഒരു ഫംഗ്ഷൻ ഉണ്ട്, g ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലേ? അപ്പൊ f plus g is a function from x to r. f x to r ആണ്, g യും x to r ആണ്. So f plus g is a function from x to r defined by f plus g of x equal to f of x plus g of x എന്ന് വരിക. f plus g of x is equal to f of x plus g of x for all x element of x. ഈ രീതിയിലാണ് നമ്മൾ രണ്ട് ഫംഗ്ഷനെ ആഡ് ചെയ്യുക. അഡിഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ് അല്ലേ? f plus g of x is equal to f of x plus g of x for all x element of r. ഇതാണ് ഒന്നാമത് അഡിഷൻ. അതുപോലെ രണ്ടാമത് വരുന്നതാണ് സബ്സ്ട്രാക്ഷൻ ഓഫ് എ റിയൽ ഫംഗ്ഷൻ ഫ്രം അനദർ. ഡിഫറൻസ് കാണാം, എഫ് മൈനസ് ജി കാണണം. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ഓഫ് എ റിയൽ ഫംഗ്ഷൻ ഫ്രം അനദർ. അപ്പോൾ ഇതുപോലെ വരും എഫ് മൈനസ് ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ. സെയിം സെറ്റ് തന്നെ, എക്സ് ടു ആർ ബൈ എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഫോർ ആൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് അല്ലേ? എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണ് വരും സബ്സ്ട്രാക്ഷൻ വരുന്നത്. ഇനി മൂന്നാമത് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കാലാർ. ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, അതിന്റെ ഒരു സ്കാലാർ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 2f 3f എന്നൊക്കെ പറഞ്ഞു വരില്ലേ? അതുപോലെ വരുന്ന ഫംഗ്ഷനാണ്, ആ നമ്പറാണ് സ്കാലാർ വരിക. നോക്കൂ, ലെറ്റ് ആൽഫ ബി എ സ്കാലാർ, then the product alpha f is a function from x to r by alpha f of x is equal to alpha into f of x. alpha f of x എന്ന് പറഞ്ഞാൽ alpha into f of x എന്ന് വരിക. അപ്പൊ ഇതാണ് ഇത് വരിക സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ 2f ആണ്, 2 into f of x എടുത്താൽ മതി. 3f ആണെങ്കിലോ 3 into f of x പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കാണാൻ പറ്റും. അപ്പൊ മൂന്നാമത് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കലാർ. ആൽഫ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഫോർ ആൾ എക്സ് എലമെന്റ് ഓഫ് ആർ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ്. രണ്ട് ഫംഗ്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്, കാരണം റിയൽ ഫംഗ്ഷൻ ഡൊമൈൻ റേഞ്ച് എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. So the product of two real functions f from x to r and g from x to r is the function fg from x to r defined by fg of x is equal to f of x into g of x. fg of x is equal to f of x into g of x for r x element of x. ഈ രൂപത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. Quotient of two real functions. Quotient കാണാനോ? The quotient of f and g is denoted by f by g. അല്ലേ? Is a function defined by f by g of x is equal to f of x by g of x. അല്ലേ? f by g of x എന്ന് പറഞ്ഞാൽ f of x by g of x provided g of x not equal to 0. ഈ ഡിനോമിനേറ്റർ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. Comma x element of x. This is the definition of quotient of two real functions. f by g of x is equal to f of x by g of x provided g of x not equal to 0 for r x element of x. അപ്പൊ ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ കണക്കുകൾ ചെയ്ത് നോക്കാം. നോക്കൂ, f of x equal to x square, g of x equal to 2x plus 1. be two real function. r to r ആണ് റിയൽ ഫംഗ്ഷൻ എന്ന് മാത്രം തരികയാണെങ്കിൽ. find f plus g of x, f minus g of x, f g of x, f by g of x. f by g of x എടുക്കുമ്പോൾ g of x ഉള്ള പോയിന്റ്സ് ഒഴിവാക്കിയാൽ മതി. ഒന്നാമത് നോക്കൂ, f plus g of x ആണ് f of x plus g of x. ഇപ്പൊ പഠിച്ചില്ലേ? f of x plus g of x ന്റെ വാല്യൂ അത് എഴുതി, എന്താ? x സ്ക്വയർ എന്ന് എഴുതി. പിന്നെ g of x എഴുതി, എന്താ? 2x plus 1.
ഇല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പഠിച്ച ഓർമ്മ ഉണ്ടോ? ആ രൂപത്തിൽ നമുക്ക് എഫ് പ്ലസ് ജി കാണാം. ഇനി എഫ് മൈനസ് ജി ഓഫ് എക്സ് ആണല്ലോ. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ജി ഓഫ് എക്സ് ബ്രാക്കറ്റിലിട്ട് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 വരും. The third one, fg of x. fg of x ആണ് f of x into g of x. f of x എന്താ? x സ്ക്വയർ അല്ലേ? അപ്പൊ x സ്ക്വയർ into 2x പ്ലസ് 1. x സ്ക്വയർ into 2x ആണ് എന്തായി? 2x ക്യൂബ് പ്ലസ് x സ്ക്വയർ into 1 x സ്ക്വയർ. അതുപോലെ f by g of x is equal to f of x by g of x equal to x സ്ക്വയർ by 2x പ്ലസ് 1. f of x ന്റെ വാല്യൂ അതേ by 2x പ്ലസ്. ഇനി 2x പ്ലസ് 1 0 ഉള്ള പോയിന്റ് ഏതാ? 2x plus 1 equal to 0 implies 2x equal to minus 1 ആവും. x എന്തായി? minus 1 by 2. ആ പോയിന്റ് ഒഴിവാക്കും അല്ലേ? x not equal to minus 1 by 2. minus 1 by 2 ഉള്ള പോയിന്റിൽ ഇത് ഡിഫൈൻ ചെയ്യില്ല. ഡിനോമിനേറ്റർ 0 ഉള്ള പോയിന്റ് ഒഴിവാക്കുന്നതാണ് അല്ലേ? ഈ രൂപത്തിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്ന അതിന്റെ സമ്മ് കാണാം, മൈനസ് കാണാം, ഡിഫറൻസ് കാണാം, പ്രൊഡക്റ്റ് കാണാം, കോഷ്യന്റും കാണാം. അനദർ എക്സാമ്പിൾ, f of x equal to root x, g of x equal to x. Be two functions defined over the set of non-negative real numbers. അങ്ങനെ റൂട്ട് എക്സ് ഉള്ള നെഗറ്റീവ് നമ്പേഴ്സ് റൂട്ട് എക്സ് എടുത്താൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻഡ് ഓവർ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഫൈൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ജി ഓഫ് എക്സ്, എഫ് ബൈ ജി ഓഫ് എക്സ്. രണ്ടാമത്തെ പ്രോബ്ലം ആണ്. ആദ്യം എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എഴുതുക. എന്നിട്ട് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റൂട്ട് എക്സ് ആദ്യം എഴുതുക, പിന്നെ പ്ലസ് ജി ഓഫ് എക്സ് എഴുതുക. ജി ഓഫ് എക്സ് എക്സ് അല്ലേ? റൂട്ട് എക്സ് പ്ലസ് എക്സ് എന്ന് വരും. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ റൂട്ട് എക്സ് മൈനസ് എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സിന്റെ ഒരു റൂട്ട് എക്സ്, ജി ഓഫ് എക്സ് മൈനസ് എക്സ്. അടുത്ത് വരുന്നതോ എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ റൂട്ട് എക്സ് ഇൻറ്റു എക്സ് എന്നായി. റൂട്ട് എക്സ് ആണ് എക്സ് റേസ് ടു ഹാഫ് എന്നാണ് വരിക. എക്സ് റേസ് ടു 1 ഇത് രണ്ട് ആഡ് ചെയ്യുക. 1 പ്ലസ് ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 1.5 വരെ വരിക. ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 1.5. അപ്പൊ എക്സ് റേസ് ടു 3/2 എന്നാണ് ഇതിന്റെ വാല്യൂ. അതുപോലെ എഫ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ദാറ്റ് ഈസ് റൂട്ട് എക്സ് ബൈ എക്സ്. എക്സിനെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്താൽ എന്തായി? 1 ബൈ റൂട്ട് എക്സ് എന്ന് വരും. ഇത് എക്സ് റേസ് ടു ഹാഫ് ആണ്, ഇവിടെ എക്സ് റേസ് ടു 1 മൈനസ് ചെയ്താലും എന്ത് വരും? 1 ബൈ റൂട്ട് എക്സ് ആണ് അതിന്റെ വാല്യൂ. എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0 വരാൻ പറ്റില്ല അല്ലേ? എക്സ് നോട്ട് ഈക്വൽ ടു 0. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ ആ 0 എന്നുള്ള പോയിന്റിനെ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് പ്ലസ് ജി കണ്ടു, എഫ് മൈനസ് ജി കണ്ടു, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി. ഈ രൂപത്തിലുള്ള വാല്യൂസ് കാണാനുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. ഫൈൻഡ് ദി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫോളോയിങ് റിയൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനും റേഞ്ചും കാണാം. എഫ് ഓഫ് എക്സ് ഈക്വൽ മൈനസ് മോഡ് എക്സ്. മോഡ് എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൊമൈൻ ആർ വരും, റേഞ്ച് 0 to ഇൻഫിനിറ്റി വരും. മൈനസ് മോഡ് എക്സ് ആകുമ്പോഴോ അതിന് നേരെ താഴോട്ടെ വരും അല്ലേ? പോസിറ്റീവ് വാല്യൂന്റെ നെഗറ്റീവ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നുള്ള വാല്യൂ ആണ് ഇതിന്റെ റേഞ്ച് വരിക. രണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിന്റെ എന്തെല്ലാം കാണും? ഡൊമൈൻ കാണാം, റേഞ്ച് കാണാം. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ 9 മൈനസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആകണം അല്ലെ? നെഗറ്റീവ് എന്നാലും റൂട്ട് കാണാൻ പറ്റുമോ? നെഗറ്റീവ് നമ്പേഴ്സിൽ റൂട്ട് നമുക്ക് റിയൽ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ഉള്ള വാല്യൂസ് കണ്ടുപിടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഡൊമൈൻ ആർ എന്ന് വരും. മൊത്തം റിയൽ നമ്പേഴ്സ് റേഞ്ച് മൈനസ് ഇൻഫിനിറ്റി ടു 0 എന്നാണ് വരിക. ഇതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ള കേട്ടോ. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കൂ. റൂട്ട് ആദ്യം 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ഉള്ള വാല്യൂ ആണ്. 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം ഈ വാല്യൂ നെഗറ്റീവ് വന്നാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈ ഭാഗത്തേക്ക് എടുത്തു കൊണ്ടില്ലേ? 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എക്സ് സ്ക്വയർ ഇംപ്ലൈസ് ഇത് അങ്ങോട്ടോട് മാറ്റി എഴുതിയാൽ എന്തായി? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആവും ഇല്ലേ? 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എക്സ് സ്ക്വയർ എന്നുള്ളത് ഈ ടേം ഇങ്ങോട്ടും ഇതും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ എന്താവും? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എഴുതാം. ഇനി എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് എടുത്താൽ എക്സ് സ്ക്വയറിന്റെ വാല്യൂ -3 മുതൽ 3 വരെ വരാം അല്ലേ? -3യുടെ സ്ക്വയർ എന്താണ്? 9 അല്ലേ? -2ന്റെ സ്ക്വയറും 4 ആണ്. ഒക്കെ ഈ ലെസ് ദാൻ 9 വരിക. 3 വരെ വരും. -4 എടുത്താൽ 16 എന്നാ വരിക. അപ്പൊ ഇതിൽ വരില്ല. അപ്പോ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഇംപ്ലൈസ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 3 എന്ന് വരിക. എക്സിന്റെ വാല്യൂ -3 3. സോ ഡൊമൈൻ എന്ത് വന്നു? -3 3. ക്ലോസ്ഡ് ഇന്റർവൽ -3 3 എന്നാണ് ഇതിന്റെ വാല്യൂ വരിക. കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഡൊമൈൻ റേഞ്ച് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ഇന്റർവൽ ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് ഇന്റർവൽ ഉണ്ടല്ലേ? ഓപ്പൺ ഇന്റർവൽ ആയിട്ടാണ് ഇത് വരുന്നത്. ഒരു ഭാഗം ക്ലോസ്ഡ് ആയിട്ടുള്ള ഇന്റർവൽ.
ഇതിന്റെ വാല്യൂ എന്ത് വരുന്നു? ഡൊമൈൻ ഈസ് -3 എന്ന് വരും. റേഞ്ചോ? റേഞ്ച് എപ്പോഴും പോസിറ്റീവ് അല്ല ഇതിന്റെ വാല്യൂ വരുള്ളൂ. -3 എടുത്താലും എക്സിന് -3 ആകുമ്പോൾ ഇവിടെ എന്താവും? √9 - 9 എന്നാ വരിക, 0 വരും അല്ലേ? അങ്ങനെ എക്സ് 0 ആകുമ്പോഴോ? എക്സ് 0 ആകുമ്പോൾ √9 3 വരെ വരും ഇല്ലേ? ഇതിന്റെ വാല്യൂ, ഈ വാല്യൂ ഏത് കൊടുത്താലും അതിന്റെ വാല്യൂ 0 to 3 ആണ് വരും. എക്സിന്റെ വാല്യൂ -3 കൊടുത്താൽ -3² 9 9 - 0 എന്ന് വരും. അതുപോലെ -2 എടുത്താലോ? അതിന്റെ അടുക്കള വരെ എടുത്താൽ ഇതുപോലെ തന്നെ -2 എടുത്താൽ 9 - 4 എന്നായി, √5 ആണ് വരിക. √5 ഇതിന്റെ 0 ന്റെ 2 ഇടയ്ക്ക് വരിക. 1 എടുത്താൽ √8 ആണ് വരിക. അതുപോലെ 0 എടുത്താൽ എന്തായി? √9 3 എന്ന് വരും. അങ്ങനെ 3 വരെ വരാം. 3 കൊടുക്കുമ്പോൾ വീണ്ടും 0 വരും. അപ്പോ സോ ഡൊമൈൻ ഈസ് ഈക്വൽ ടു -3 ക്ലോസ് ഇന്റർവൽ -3 3 റേഞ്ച് 0 3 എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഗ്രാഫ് നോക്കാം അങ്ങനെ വരുന്നത്. നോക്കൂതാ, h(x) ഉണ്ടല്ലേ, √9 - x². ഈ ഡോട്ട് ഇട്ട് ഇതിന്റെ ഗ്രാഫാണിത് ഇല്ലേ? √9 - x² എന്നുള്ളതിന്റെ ഗ്രാഫാണിത് വരുന്നത്. -3 മുതൽ 3 വരെയാണ് വരുന്നത്. ഡൊമൈൻ വരുന്നുണ്ടല്ലോ -3 to 3. ഈ എക്സ് ആക്സിൽ വരുന്ന ഭാഗം -3. റേഞ്ച് എന്ന് പറഞ്ഞാൽ y ആക്സിൽ വരുന്ന ഭാഗം 0 to 3 എന്നാ വരിക. 0 നേരെ വരുന്നത് 3 എന്ന് വരും കേട്ടോ. 0 3 എന്നാ വരിക. -1 നേരെ ഈ വാല്യൂ വരും. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന കുറഞ്ഞ് -3 0 എന്ന് വരും. ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇതിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് വരും. ഇവിടെ എത്തുമ്പോൾ 3 0 എന്ന് വരും. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ √9 - x². ഇനി നമ്മൾ mod x-ന്റെ ഗ്രാഫ് നമ്മൾ വരച്ചിരുന്നു. എങ്ങനെ വരുന്നിരുന്നു? g(x) = mod x. mod x-ന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഈ രൂപത്തിലാണ് വരിക കണ്ടില്ലേ? mod x-ന്റെ ഗ്രാഫ്. ഇനി -mod x ആണ് പറഞ്ഞത്. ഇതിന്റെ ഡൊമൈൻ R വരും, റേഞ്ച് 0 to ∞. -mod x ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് മൈനസ് എടുത്താൽ മതി. ഇതുപോലെയാണ് വരും കേട്ടോ. അതിന്റെ ഗ്രാഫ് ഇങ്ങോട്ട് വരും. -mod x, mod x-ന്റെ മൈനസ്. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ -1 വരും. ഒരു ഗ്രാഫ് താഴോട്ടാണ് വരും കണ്ടില്ലേ? എടുത്തു കഴിഞ്ഞാൽ അത് ∞ വരെ വരും ഉണ്ടല്ലേ, രണ്ട് ഭാഗത്ത്. അപ്പൊ അതിന്റെ ഡൊമൈൻ എന്നുള്ള സെറ്റ് റിയൽ നമ്പേഴ്സ് റേഞ്ച് ഈ ലൈൻ ഇതുവരെ വരിക 0 to ∞. -∞ to 0 വരെ, 0 വരെ വരും, 0 വരെ ഉൾപ്പെടും. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫങ്ഷൻസ്. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. f(x) = 2 - 3x, x greater than x element of R, x greater than 0. x greater than 0 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ത് വരും നോക്കിയാൽ മതി അല്ലെ? രണ്ട് f(x) = x² + 2, x is a real number. f(x) = x, x റിയൽ നമ്പർ. f(x) = x ആണെങ്കിൽ എന്താ വരിക? റേഞ്ച് 6 തന്നെയാണ് വരിക. ആദ്യം ഇവിടെ നോക്കുന്നത് നമുക്ക് തോന്നുന്നത് x greater than 0 എന്ന് പറയുന്നത്. x greater than 0 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ഇവിടെ വരും നോക്കിയാൽ മതി. നോക്കൂ, നമുക്കറിയാം x greater than 0 implies -3x എന്തായിരിക്കും? x greater than 0 ആണെങ്കിൽ -3x less than 0 ആയിരിക്കും അല്ലെ? ഇനി രണ്ട് സൈഡിലും 2 ആഡ് ചെയ്താലോ? 2 - 3x less than 2 എന്നോ? ഇവിടെ 2 ആഡ് ചെയ്യുക, ഇവിടെ 2 ആഡ് ചെയ്യുക. അപ്പോൾ 2 - 3x less than 2. 2 - 3xന്റെ വാല്യൂ less than 2 എന്നാണ് വരിക. അപ്പോൾ സോ x greater than 0 ആകുമ്പോൾ 2x, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായി? -∞ to 2 എന്നാ വരും അല്ലേ? സോ ഈ റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -∞ to 2. ഇവിടെ ഓപ്പൺ ആണ്, ലെസ് ദാൻ 2 കണ്ടോ? ലെസ് ദാൻ 2 ആയതുകൊണ്ട് ഇതാണ് വരിക റേഞ്ച് വരിക. ഒന്നാമത്തെ ഇതിന്റെ റേഞ്ച് ഇതുപോലെ ചെയ്താൽ മതി. x greater than 0 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ -3x എന്തായി? ലെസ് ദാൻ 0 എന്നാവും. x greater than 0 ആണെങ്കിൽ -x less than 0 എന്നാ വരിക. അപ്പൊ അതിന് 3 കൊണ്ട് ഗുണിച്ചാൽ ലെസ് ദാൻ 0. പിന്നെ 2 ആഡ് ചെയ്താൽ എന്തായി? ലെസ് ദാൻ 2 എന്നാവും. രണ്ട് സൈഡിലും 2 ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ലീനിയർ ഇനീക്വാലിറ്റി ആണ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പോലെ നോക്കൂ. രണ്ടാമത്തെ ഫംഗ്ഷൻ x² + 2 എന്നാണ്. x² + 2, x റിയൽ നമ്പർ ആണ്. അപ്പൊ നമുക്കറിയാം x എലമെന്റ് ഓഫ് ആർ x² greater than 0 ആണ് അല്ലെ? x റിയൽ നമ്പർ ആണെങ്കിൽ x അതിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. x² greater than 0. അപ്പൊ x² + 2 എന്തായിരിക്കും? greater than 2 എന്നാണ് വരിക. അപ്പൊ അതിന്റെ റേഞ്ച് വരുന്നത് 2 to ∞ അല്ലേ? greater than 2, 2 to ∞ എന്നതിന്റെ ഇതില്ലേ റേഞ്ച് 2 to ∞ വരും. അതുപോലെ മൂന്നാമത്തേതിലോ? മൂന്നാമത്തത് f(x) = x ആണ്. x റിയൽ നമ്പർ ആണ്. റിയൽ നമ്പർ റേഞ്ച് 6 ആണ്. ഒരു സെറ്റ് റിയൽ നമ്പേഴ്സ് തന്നെ നമുക്ക് വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്ന് ഫംഗ്ഷൻസ് തന്നു. അതിലും നമുക്ക് എന്ത് ചെയ്യാം? ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ നോക്കൂ, f(x) = 2 - 3x ആണ്. f(x) = 2 - 3x ഇവിടെ കണ്ടില്ലേ? അതിന്റെ ഗ്രാഫ് ആണെന്നുണ്ട്.
ഇതുപോലെ വരിക. സീറോയിൽ എന്ത് വരിക? എക്സ് 0 ആണെങ്കിൽ 2 എന്നാണ് വരിക. ഉണ്ടല്ലേ? 0 നേരെ 2 എന്ന് വന്നു. ഉണ്ടല്ലേ? അങ്ങനെ നമുക്ക് കൊണ്ട് വരും. എക്സ് ഗ്രേറ്റർ ദാൻ 0 -3 വരും. കണ്ടില്ലേ? എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ എന്ത് വരും നോക്കൂ. എക്സ് 2 ആണെങ്കിൽ എന്ത് വാല്യൂ വരും? 2 - 6 എന്ന് വരും. -4 വരും. ഇവിടെ വരും. -4 ഉണ്ടോ? ഇവിടെ പോയിന്റ് വരും. -4 ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇതാണ് അതിന്റെ ഗ്രാഫ് വരുന്നില്ല. 2 ഇങ്ങോട്ട് താഴോട്ട് വരിക. അങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇത് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ -∞ to 2 വരെയാണ് അതിന്റെ റേഞ്ച് വരിക. ഡൊമൈൻ വരുന്നത് 0 to ∞ വരും. ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കൂ. x² + 2 ആണ്. x² + 2 എന്നുള്ളത് ഇതുപോലെ വന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് 2ന്റെ മുകളിലേക്കാണ് വരിക. x² എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരും. നമുക്ക് x² ആണ്. ഇവിടെ ജസ്റ്റ് x² എന്ന് കൊടുത്താൽ മതി. കണ്ടില്ലേ? ഇവിടെ ഇൻപുട്ടിൽ ഇവിടെ x എന്ന് കൊടുക്കുക, ഷിഫ്റ്റ് ഇതടിക്കുക, എന്നിട്ട് 2 എന്ന് കൊടുക്കുക. അപ്പൊ എൻ്റർ അടിച്ചാൽ നമുക്ക് x² ഗ്രാഫ് ഇവിടെ വന്നു. കണ്ടില്ലേ? x² ഗ്രാഫാണിത്. x² + 2 ആണെങ്കിൽ ഈ 2 വരെ വരുള്ളൂ. കണ്ടില്ലേ? ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരും. x² + 4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് x² + 2. അപ്പൊ ഇതിലും ഡൊമൈൻ വരുന്നത് മൊത്തം റിയൽ നമ്പേഴ്സ് വരും. റേഞ്ച് വരിക 2 to ∞ എന്നാണ്. ഇനി മൂന്നാമത്തെ നമ്മൾ നേരത്തെ പഠിച്ച h(x) x പ്രാവശ്യം നോക്കിയാണ് അതിന്റെ ഡൊമൈന് മൊത്തം റിയൽ നമ്പേഴ്സ് വരും. റേഞ്ചും തന്നെ വരിക റിയൽ നമ്പേഴ്സ് തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. നമുക്ക് പിന്നെ ഫങ്ഷൻസ് എന്നുള്ള ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ആദ്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിച്ചു, പിന്നെ റിലേഷൻ പഠിച്ചു, ഫങ്ഷൻസ് 2 സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ഉണ്ട് അഡീഷണൽ ആയിട്ട് വരുന്ന. ആ പ്രോബ്ലംസ് നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഒരു പ്രോബ്ലംസ് മാത്രമുള്ള ഒരു സെക്ഷൻ കൂടെ നമ്മൾ ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ആ ഫങ്ഷൻസ് എന്തായിരിക്കണം? ഓരോ എലമെന്റിനും ഡൊമൈനിൽ ഓരോ എലമെന്റിനും യൂണീക്ക് ഇമേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. മാത്തമാറ്റിക്സിന്റെ ബേസിന് കിടക്കുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ അടുത്ത് വരുന്ന എല്ലാ ചാപ്റ്ററും ഫങ്ഷൻസായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. താങ്ക് യു ആൾ ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.